എല്ലാവരോടും നമ്മൾ പറയുന്ന കാര്യം അതാണ്, പ്രാർത്ഥിക്കാം. അപ്പം നമ്മുടെ മനസ്സിലും നമ്മൾ ആലോചിക്കുന്നില്ല, പ്രാർത്ഥിക്കാൻ ഭയങ്കരമായിട്ടുള്ള വിലയുള്ള ഒരു സാധനം കൊടുക്കണം. എന്താണ്? ടൈം. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഒരു 5000-10,000 രൂപ കൊടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് കാര്യം തീർന്നു. പക്ഷേ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു കാര്യമൊന്നുമല്ല. അതിനുവേണ്ടി വി നീഡ് ടൈം. വെറും സമയം മാത്രം പോരാ. പ്രേയർ ഈസ് ആൻ ഔട്ട് ക്രൈ ഓഫ് അവർ ഹാർട്ട്. നമ്മുടെ ഹൃദയത്തിൻ്റെ കരച്ചിലാണ് വാസ്തവത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത്. ആ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഉള്ള ഈ കരച്ചിൽ സംഭവിക്കണമെങ്കിൽ ഹൃദയം അതുമായിട്ട് ഏകീഭവിച്ചേ പറ്റൂ. എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഞാൻ ഒരു വലിയൊരു പ്രയർ ടവർ പണിയാനായിട്ട് തീരുമാനിച്ചിരിക്കുക. ഞാൻ പറഞ്ഞു, പ്രയർ ടവർ പണിതിട്ട് എന്തെടുക്കാനാ? അത് 24 മണിക്കൂറും പ്രാർത്ഥിക്കാൻ. ഞാൻ പറഞ്ഞ് എന്ത് കാര്യങ്ങൾ? ഓരോരുത്തർക്കും നമ്മളെ വിളിച്ചു പറയും, എന്താ പ്രാർത്ഥിക്കണം, അന്നേരമെല്ലാം പ്രാർത്ഥിക്കാനായിട്ട് 24 മണിക്കൂർ പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രയർ ടവർ. ഞാൻ ചോദിച്ചാൽ ആര് പ്രാർത്ഥിക്കും? സഹോദരിമാര്. ഞാൻ പറഞ്ഞു, ഏത് സഹോദരിമാര്? അല്ല, സഹോദരിമാരെ നമ്മളാക്കും പ്രാർത്ഥിക്കാനായിട്ട്. അതായത് സഹോദരിമാർക്ക് ചെലവിന് കൊടുത്ത് പൈസയും കൊടുത്ത് നമ്മൾ അവിടെ ആക്കും. എന്തിനു വേണ്ടിയാണ്? 24 മണിക്കൂറും ഫോണും ലൈനും കൊടുത്തേക്കും. ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് വിളിക്കും. അന്നേരം പ്രാർത്ഥിക്കാനായിട്ട് സഹോദരിമാരെ ആക്കും. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല, ഈ പ്രാർത്ഥിക്കാൻ നമ്മുടെ മനസ്സിൽ നിന്നൊരു പ്രേരണ ഉണ്ടാകണമല്ലോ, ഒരു ബേർഡൻ. ആ ബേർഡൻ ഉണ്ടാകണമെങ്കിൽ ആ വ്യക്തിയുമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാകണമല്ലോ. ഇപ്പം ചെങ്ങന്നൂരിൽ നിന്ന് മാത്തുക്കുട്ടി വിളിച്ചിട്ട് പറയുകയാണ്, എനിക്ക് വയറ്റുവേദനയാണ്, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ ഈ സഹോദരിമാർക്ക് എന്നാ തോന്നാനാണ്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഫോൺ നിർത്തി, കർത്താവേ മാത്തുക്കുട്ടിയുടെ വയറ്റുവേദന മാറ്റണം യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമീൻ എന്ന് പറഞ്ഞാൽ ഉടനെ കർത്താവ് മാത്തുക്കുട്ടിയുടെ വയറ്റുവേദന മാറ്റി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്നാ മന്ത്രവാദം? എന്തോ ഇത്? അതുമല്ല നടക്കുന്ന കാര്യമാണോ? എന്തുകൊണ്ടാണ് മാത്തുക്കുട്ടിക്ക് വയറ്റുവേദന വന്നെന്ന് തന്നെ നമുക്കറിയത്തില്ല. ചിലപ്പം ദൈവം അവനെ പഠിപ്പിക്കാൻ എന്തെങ്കിലും ഒരു പാഠം കൊടുക്കുന്നതായിരിക്കും. അതോടുകൂടെ അബദ്ധവശാൽ ഈ വയറ്റുവേദന പോയാൽ അവൻ ദൈവത്തിൽ നിന്നൊരു പാഠവും പഠിക്കത്തുമില്ല. ഞാൻ പറഞ്ഞത് വിദൂരത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് തെറ്റാണെന്നൊന്നുമല്ല. പക്ഷേ പ്രയർ ഈസ് നോട്ട് ജസ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സില്ലി കാര്യമൊന്നുമല്ല. പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിക്കാനുള്ള ഒരു ബേർഡൻ ഉണ്ടാകണം. പ്രാർത്ഥിക്കണമെങ്കിൽ അതിനുള്ള സമയം വേണം. വി നീഡ് ടു സ്പെൻഡ് ടൈം. വി നീഡ് ടു ഗിവ് അവർ ഹാർട്ട് ഫോർ ദാറ്റ്. നമ്മുടെ ഹൃദയം അതിനുവേണ്ടി കൊടുക്കണം. ദൈവികമായി നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങണം. അല്ലാതെ മാസം 1500 രൂപ കിട്ടും, കഴിക്കാനും കിട്ടും, എന്നാൽ പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കുന്നതല്ല പ്രാർത്ഥന. പ്രയർ ഈസ് എ കോസ്റ്റ്ലി അഫെയർ. പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ വിലയേറിയതായ ഒരു കാര്യമാണ്. അത് നമ്മൾ തിരിച്ചറിയണം. അതിനകത്ത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ടൈമാണ്. ഇനിയിപ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന പോട്ടെ, എനിക്ക് തന്നെയാണെങ്കിലും നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഒക്കെ ഒരു പ്രോബ്ലം, നമ്മൾ ഭയങ്കരമായിട്ട് ബിസി ആകുകയാണ്. നമ്മുടെ ഡയറി എല്ലാം ഫുള്ളാണ്. ഒരു ദൈവദാസൻ ഇതുപോലെ പറഞ്ഞു, അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന ഒരാൾ പറഞ്ഞു, നീ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴാണ്, ബി കെയർഫുൾ നോട്ട് ടു ഹാവ് എ ഫുൾ ഡയറി ആൻഡ് ആൻ എംപ്റ്റി ഹാർട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ദൈവത്തിന് അവൈലബിൾ അല്ലാതെ ആയി പോകും. ബിസി ലൈഫ് വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മൾ ജനങ്ങൾക്ക് അവൈലബിൾ ആകുന്നു എന്നാണ് നമ്മുടെ ചിന്ത. ജനങ്ങൾക്ക് അവൈലബിൾ ആകുന്നു, പക്ഷേ ദൈവത്തിന് അവൈലബിൾ ആകുന്നില്ല, അല്ലാതായി പോകുന്നു. ബോൺ കാർലോസ് ഓർട്ടിസിന്റെ ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ബ്യൂണസ് അയർസിലെ ഒരു സഭയിൽ 200 വിശ്വാസികളുള്ള സഭയിലേക്ക് ഇദ്ദേഹം പാസ്റ്ററായിട്ടിരുന്നു. ഇദ്ദേഹം പാസ്റ്ററായി 1 കൊല്ലം കഴിഞ്ഞുള്ളൂ സഭ അങ്ങ് വളർന്നു. സഭ വളർന്ന് 200 എന്നുള്ളത് 4000 വിശ്വാസികളായി. എന്ത് ചെയ്യും? 4000 വിശ്വാസികളുള്ള വലിയ ഒരു സഭ നടത്തിക്കൊണ്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരും ബന്ധപ്പെട്ടാൽ പറ്റും. അദ്ദേഹത്തിന് മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ്, സൺഡേ സ്കൂൾ ഡിപ്പാർട്ട്മെന്റ്, യൂത്ത് ഡിപ്പാർട്ട്മെന്റ്, വിമൻ ഡിപ്പാർട്ട്മെന്റ്, പിന്നെ ഇല്ലാത്ത ഡിപ്പാർട്ട്മെന്റ് ഒന്നുമില്ല, എല്ലാ ഡിപ്പാർട്ട്മെന്റ്സ്, ഓഫീസേഴ്സ്, മറ്റുള്ള കാര്യങ്ങളെല്ലാം, പിന്നെ ആളുകളുടെ എല്ലാം, പിള്ളേരെ സ്കൂളിൽ വിടാനും എല്ലാം പാസ്റ്റർ പോയി പ്രാർത്ഥിക്കണം. വേദന വന്നാൽ, തലവേദന വന്നാൽ പ്രാർത്ഥന, എല്ലാം പ്രാർത്ഥനയും പരിപാടികളും എല്ലാം കൂടെ. ഒരു തലവേദന വന്നാലും ഉടനെ തന്നെ ആരെ വിളിക്കും? പാസ്റ്ററെ വിളിക്കും. പാസ്റ്ററെ തലവേദനയാ, പ്രാർത്ഥിക്കണം. അപ്പൊ പിന്നെ പാസ്റ്റർ പ്രാർത്ഥിക്കും, പെയിൻ ഗോയവേ കമ്പകയിൽ എഴുതണ്ടേ. ഇത് അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യമാണ്. അല്ലാതെ എന്തോ ചെയ്യാനാ? പിറ്റേ ദിവസം പിന്നെയും തലവേദന വരും, അന്നേരം പിന്നെയും പ്രാർത്ഥിക്കും. എന്തോ ചെയ്യാനാ? അപ്പൊ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആളുകൾക്ക് 100 കൂട്ടം കാര്യങ്ങളാണ്. 100 കൂട്ടം എന്ന് പറയുന്നതിനേക്കാൾ ഒരു 1000 കൂട്ടം കാര്യങ്ങളാണ്. ഒരു ദിവസം ഇദ്ദേഹത്തോട് കർത്താവ് സംസാരിച്ചു. കർത്താവ് അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണമായിരുന്നു, എനിക്കൊരു അപ്പോയിൻമെന്റ് തരാമോ? കർത്താവ് ചോദിക്കുക, എന്താ? എനിക്കൊരു അപ്പോയിൻമെന്റ് തരാമോ? കാര്യം കിട്ടത്തില്ല, ആളെ കിട്ടത്തില്ല, അതുപോലെ ബിസിയായി പോയി. എന്നെ കർത്താവിനോട് ചോദിച്ചു, എന്താ കർത്താവ് ഈ പറയുന്നത്? നിനക്ക് എൻ്റെ അടുത്ത് എന്നോട് സംസാരിക്കാൻ അപ്പോയിൻമെന്റ് ആവശ്യമുണ്ടോ? നിനക്ക് എത്ര സമയം വേണമെങ്കിലും സംസാരിക്കാൻ പറ്റും. അങ്ങനെയാണോ? എന്നാൽ എനിക്ക് 2 ആഴ്ച വേണം.
2 ആഴ്ചയോ? കർത്താവേ, 2 ആഴ്ച ഞാൻ സഭയിൽ നിന്ന് മാറി നിന്ന് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും ഇതിൻ്റെ ഗതി? 2 ആഴ്ചയൊന്നും പറ്റത്തില്ല. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ 2 ആഴ്ച ഇരിക്കാൻ ഇവനെ കൊണ്ട് പറ്റത്തില്ല. കാര്യം ഇവനില്ലാതെ സഭ ഓടത്തില്ല. അതുപോലെ സഭയുമായിട്ട് ഇവൻ എന്തായിപ്പോയി? ലിങ്ക്ഡ് ആയിപ്പോയി. ദൈവവുമായിട്ടല്ല ഇപ്പോൾ ഇവൻ്റെ പറ്റുമാനം ആരുമായിട്ടാണ്? സഭയുമായിട്ടാണ്. കർത്താവ് പറഞ്ഞു, പിന്നെ നീ പറഞ്ഞത് എനിക്ക് എപ്പോൾ വേണമെങ്കിലും നിന്നോട് സംസാരിക്കാമെന്ന്. നിന്റെ അടുത്ത് വരാൻ എനിക്ക് പറ്റുന്നില്ല ഇപ്പം. കാര്യം നീ അവൈലബിൾ അല്ല, എനിക്ക് അവൈലബിൾ അല്ല. നമ്മൾ ദൈവത്തിന് അവൈലബിൾ ആവുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതായ കാര്യം. മോസ്റ്റ് ഓഫ് ദ ടൈം വി തിങ്ക് ദ ബിഗസ്റ്റ് തിങ് ഇസ് ഇൻവോൾവ് വിത്ത് മിനിസ്ട്രി. വലിയ വലിയ മിനിസ്ട്രി ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ചിന്താഗതി. അതല്ല, ഒരു ഫുൾ ഡയറി അല്ല. പകരം എന്താണ്? പല സമയത്തും ദൈവവുമായിട്ടുള്ള അപ്പോയിൻമെന്റിന് വേണ്ടി നമ്മൾ സമയം മാറ്റിയിടുന്നതാണ് പ്രാധാന്യം അർഹിക്കുന്നതായ കാര്യം. ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ. യേശു കർത്താവ് വളരെയേറെ ശുശ്രൂഷ ചെയ്തെങ്കിലും നേരം വെളുത്തപ്പോൾ ശുശ്രൂഷയിൽ മുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിർജ്ജനദേശത്ത് പോയി ദൈവവുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ മുടക്കക്കാരൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടൈം. അത് നമ്മൾ മനസ്സിലാക്കരുത്. അത് നമ്മൾ മറന്നു പോകാനായിട്ട് ഇടയാകരുത്. പ്രാർത്ഥിക്കാനായിട്ട് വളരെയേറെ സമയം നമ്മൾ എടുത്തേലേ പറ്റുള്ളൂ. മോസ്റ്റ് ഓഫ് ദ ടൈം അതിനെക്കുറിച്ച് ഒരു ദേവദാസൻ പറഞ്ഞത്, യു വിൽ കോൺസ്റ്റന്റ്ലി ബി ടെംപ്റ്റഡ് ടു സ്പെൻഡ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് ടൈം വർക്കിംഗ് ഇൻ ദ കിങ്ഡം ആൻഡ് ലിറ്റിൽ ടൈം വെയിറ്റിംഗ് ഓൺ ദ കിങ്. ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള തത്രപ്പാടിൽ രാജാവിൻ്റെ അടുത്ത് സംസാരിക്കാനോ ഇടപെടാനോ കഴിയാത്ത നിലയിൽ നീ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? ബിസിയായി പോകാനുള്ള സാധ്യതയുണ്ട്. സോ പ്രേയറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനാവശ്യമായിരിക്കുന്നത് സമയമാണ്. ആ സമയം നമ്മൾ സ്പെൻഡ് ചെയ്തേ പറ്റൂ. മേക്ക് ഷുവർ ദാറ്റ് യു ഡോണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ബിസിനസ് ഫോർ ബ്ലസ്സഡ്നെസ്. നമ്മൾ അനുഗ്രഹത്തിന് പകരം തിരക്ക് പിടിച്ച ഒരു നിറഞ്ഞ ജീവിതം, നമ്മുടെ നോട്ടത്തിൽ എല്ലാ നന്മകളും നിറഞ്ഞ ഒരു ജീവിതമല്ല, പകരം ദൈവിക അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു ജീവിതം. വളരെ ബിസി ആയിട്ടുള്ള ഒരു ലൈഫ് അല്ല നമ്മൾ നോക്കേണ്ടത്. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ടൈം നമ്മളതിനെ നോക്കണം, അതിനുവേണ്ടി പരിശ്രമിക്കണം. പല സമയത്തും ഈ അല്ലെങ്കിൽ സമയത്തിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മോശപ്പെട്ട കാര്യങ്ങളായിരിക്കത്തില്ല നമ്മളീ തരുന്നത്. അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും സ്പെൻഡ് ചെയ്യുന്ന ടൈം മോശപ്പെട്ടതിന് വേണ്ടിയൊന്നും ആയിരിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കും, കുഴപ്പമില്ലല്ലോ, ഞാൻ മോശമായിട്ടൊന്നും സമയം ചെലവഴിച്ചില്ലല്ലോ. പക്ഷേ ബെസ്റ്റായിട്ടുള്ളതിന് വേണ്ടി സമയം പലപ്പോഴും നമുക്ക് ചെലവഴിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്ത് ദൈവികമായ കാര്യങ്ങൾക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാൻ പലപ്പോഴും നമുക്ക് കഴിയാതെ അത് ടൈം ഒരു വലിയൊരു ഹിൻഡ്രൻസ് ആയിട്ട് നമ്മുടെ ഇടയിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ദൈവത്തിന് അവൈലബിൾ ആകാൻ നമ്മൾ തന്നെ ഒരു പരിശ്രമം ചെയ്തേ പറ്റുള്ളൂ. സോ ദ ഫസ്റ്റ് hindrance to prayer in practical life, it is time. We need to find time. നമ്മൾ സമയം കണ്ടെത്തണം. ജോർജ് മുള്ളറിന്റെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ. ഹി വാസ് എ മാൻ ഓഫ് പ്രേയർ. അദ്ദേഹം 2000 കുഞ്ഞുങ്ങളുള്ള ഒരു അനാഥശാല നടത്തിയിരുന്നു. 1000 ഇവാഞ്ചലിസ്റ്റുകൾക്ക് ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിലായിട്ട് അദ്ദേഹം പണം അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു. 8 രാജ്യങ്ങളിലായിട്ട് 56 ഫ്രീ സ്കൂളുകൾ അദ്ദേഹം നടത്തിയിരുന്നു. ഇതെല്ലാം അദ്ദേഹം ആരോടും ഒരു പൈസയും ചോദിക്കാതെ നിർവഹിച്ചതാണ്. ഒരു ജേർണലിസ്റ്റ് ഒരിക്കൽ ഇദ്ദേഹത്തെ കണ്ടിട്ട് ചോദിച്ചു, നിങ്ങൾ ഇത്രയും ബിസി ആയിട്ടുള്ള ഒരു മനുഷ്യനല്ലേ, എപ്പോഴാണ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സമയം കിട്ടുന്നത്? അദ്ദേഹം പറഞ്ഞ കാര്യം, ഐ ഡോണ്ട് ഗെറ്റ് ടൈം ടു പ്രേ. പ്രാർത്ഥിക്കാൻ എനിക്ക് സമയം കിട്ടുന്നില്ല. അതൊരു പുതിയ അറിവാണല്ലോ. എല്ലാവരും പറഞ്ഞു നിങ്ങളൊരു പ്രാർത്ഥനാ മനുഷ്യനാണെന്ന്, പിന്നെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ സമയം കിട്ടുന്നില്ലെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഉടനെ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് പ്രാർത്ഥനയ്ക്ക് സമയം കിട്ടുന്നില്ല, പക്ഷെ ഞാൻ സമയം എടുക്കും. ഐ ഡോണ്ട് ഗെറ്റ് ടൈം ബട്ട് ഐ ടേക്ക് ടൈം. നമ്മൾ സമയം എടുക്കുന്നില്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥനയ്ക്ക് സമയം കിട്ടും. സമയം കിട്ടിയിട്ട് പ്രാർത്ഥിക്കാൻ നിങ്ങളിൽ ആർക്കും കഴിയുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. സമയം കിട്ടിയിട്ട് ആർക്കും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. പിന്നെന്ത് ചെയ്യണം? സമയം എടുക്കണം. നമ്മൾ ഡിസിപ്ലിൻഡ് ആയിരിക്കണം, വളരെ ഡിസിപ്ലിൻഡ് ആയിരിക്കണം. നമ്മൾ പലപ്പോഴും ഉണ്ടാകുന്നത് ഈ ടൈം പോലും അല്ല ശരിക്കും, പക്ഷേ നമ്മുടെ ഇൻഡിസിപ്ലിൻ ആണ് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്. വളരെ ഡിസിപ്ലിൻഡ് ആണെങ്കിലേ നമുക്ക് സമയം കണ്ടെത്താനായിട്ട് കഴിയത്തുള്ളൂ. പിശാചിന്റെ ഒരു വലിയ തന്ത്രം എങ്ങനെയും നമ്മുടെ സമയത്തെ അപഹരിക്കാനാണ്. അവൻ പൈസ അപഹരിക്കാൻ ഒരു ആഗ്രഹമുള്ള ആളല്ല. നമ്മളൊക്കെ ചിന്തിക്കുന്നത് പിശാച് എനിക്ക് വെച്ചിരിക്കുന്ന നന്മയെല്ലാം തട്ടിയെടുത്തുന്നു. എല്ലാവരും പറയുന്നത് പിശാച് നന്മ തട്ടിയെടുത്തുന്നു. പിശാച് തട്ടിയെടുക്കുന്നത് നിങ്ങളുടെ പൈസ ഒന്നുമല്ല. നിങ്ങളെ പൈസ കൊണ്ട് മൂടാനും പിശാചിന് മടിയൊന്നുമില്ല. പക്ഷേ പിശാച് തട്ടിയെടുക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ സമയമാണ്. ഇറ്റ് ഈസ് യുവർ ടൈം. സമയം കിട്ടിയാൽ അവൻ സമയം തട്ടിയെടുക്കും.
പിശാചിന് അല്പമെങ്കിലും സമയം കിട്ടിയാൽ അവൻ പരിശ്രമിക്കുന്നത് നിങ്ങളുടെ സമയത്തെ അപഹരിക്കാനായിരിക്കും. കാര്യം ദൈവസന്നിധിയിൽ നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യാൻ അവൻ ഒരിക്കലും ആഗ്രഹമില്ല, ഇഷ്ടമില്ല. അതുകൊണ്ട് പിശാച് എടുക്കുന്ന എന്തോ നന്മയുണ്ടെങ്കിലും കൊണ്ടുപോയിക്കോട്ടെ, എൻ്റെ സമയം ഇങ്ങനെ കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാകണം. ഐ നീഡ് ടു ഗെറ്റ് ബാക്ക് മൈ ടൈം. ഈ മൾട്ടിനാഷണൽ കമ്പനികളുടെ ഒരു പ്രളയം ഈ കാലഘട്ടത്തിൽ സംഭവിച്ചപ്പോൾ ഇത്രയും കോമ്പറ്റിറ്റീവായിട്ടുള്ള ഒരു ലോകത്തിൽ മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നഷ്ടം എന്ന് പറയുന്നത് സമയമാണ്. അഹമ്മദാബാദിലെ എൻ്റെ ഒരു ഫ്രണ്ട്, അവൻ ICICIയുടെ ക്രെഡിറ്റ് കൺട്രോളറാണ്. ഒരുപക്ഷെ 6 ഡിജിറ്റ് 7 ഡിജിറ്റ് ശമ്പളമൊക്കെ അവൻ വാങ്ങിക്കുന്നുണ്ടായിരിക്കും. ബട്ട് സ്റ്റിൽ അവൻ ഒരിക്കലും എന്നോട് പറഞ്ഞൊരു വാചകം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എന്നുവെച്ചാൽ രാത്രിയിലെ എൻ്റെ സ്വപ്നങ്ങളിൽ പോലും കയറി വരുന്നത് ഡിജിറ്റ്സ് ആണെന്ന്. ഉറക്കത്തിൽ സ്വപ്നം കാണുന്നത് നമ്പേഴ്സാണ്. കാര്യം ടാർഗറ്റ് ഫുൾഫിൽ ചെയ്യാനായിട്ട് അതേ ഉള്ളു മനസ്സിൽ. കിടക്കാൻ പറ്റത്തില്ല, ഉറങ്ങാൻ പറ്റത്തില്ല. ഉറക്കത്തിൽ പോലും ഇത് തലേന്ന് പോകത്തില്ല. എന്തൊരു കഷ്ടമാണ് ലൈഫ്, എന്തൊരു കഷ്ടമാണ്. കാര്യം പിശാചിൻ്റെ ഒരു വലിയ തന്ത്രമാണ് ഇതുപോലെ നമ്മളെ ബിസി ആക്കിയിട്ട് എന്ത് ചെയ്യുന്നു, പ്രാർത്ഥിക്കാനോ ദൈവിക കാര്യങ്ങൾക്കോ വേണ്ടി നമ്മൾ ഒരിക്കലും സമയം എടുക്കാത്ത നിലയിൽ പിശാചിൻ്റെ വലിയൊരു തന്ത്രം സംഭവിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രായോഗിക തലത്തിൽ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് നമ്മുടെ സമയമില്ലായ്മയാണ്. അതുകൊണ്ട് നമ്മളുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ പ്രാർത്ഥനയ്ക്കുള്ള സമയം എടുത്തിട്ട്, അല്ലെങ്കിൽ ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ടൈം എടുത്തിട്ട് ബാക്കിയുള്ളത് ഡിവൈഡ് ചെയ്യാവും. സോ വി നീഡ് ടു ടേക്ക് ടൈം. അതുകൊണ്ട് ജോർജ് മുള്ളർ പറഞ്ഞത് എന്ത്, ഐ എം നോട്ട് ഗെറ്റിംഗ് ടൈം ബട്ട് ഐ ടേക്ക് ടൈം. യു നീഡ് ടു ടേക്ക് ടൈം ടു പ്രേ. പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിങ്ങൾ സമയം എടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഡിസിപ്ലിൻ ചെയ്യണം. അതിനുവേണ്ടി പല കാര്യങ്ങൾ നഷ്ടമാക്കണം. അതിനുവേണ്ടി പൈസ നഷ്ടമാക്കണം. അതിനുവേണ്ടി ജീവിതത്തിന്റെ പല കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കിയേ പറ്റൂ. പല സൗഹൃദങ്ങൾ ഒഴിവാക്കേണ്ടി വരും. പല ടെലിവിഷൻ, പല എന്റർടൈൻമെന്റ്സ് നിങ്ങൾ ഒഴിവാക്കിയേ പറ്റുള്ളൂ. ടെലിവിഷന്റെ ഏറ്റവും വലിയ പ്രശ്നം അതിനകത്ത് സിനിമ വരുന്നൊന്നുമല്ല. അതിനകത്ത് സിനിമ വരുന്നുണ്ട്, അത് മോശമാണ്, അത് ശരിയാണ്. പക്ഷെ ടെലിവിഷന്റെ ഏറ്റവും വലിയ ദോഷങ്ങളാണെങ്കിലും അതിനെ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നതെന്നറിയാമോ, നിങ്ങളുടെ സമയം അപഹരിക്കുന്നതാണത്. ബ്രദറെ, ഞാൻ ന്യൂസ് കാണാൻ വേണ്ടി മാത്രമേ ടെലിവിഷൻ ഓൺ ചെയ്യുന്നുള്ളൂ എന്നൊരാൾ പറഞ്ഞു. അയാൾ പറയുന്നത് സത്യമാണെന്ന് വെച്ചു. ഇവിടെ 24 hours അല്ലേ ന്യൂസ് ചാനൽ. ന്യൂസ് ചാനൽ മാത്രമേ ഉള്ളൂ എന്ന് വെച്ചു. സിനിമ കാണത്തില്ല, സീരിയൽ കാണത്തില്ല, ഒന്നും കാണത്തില്ല. ശരിയാ, ന്യൂസ് ചാനൽ മതിയല്ലോ. 24 hours നമ്മളെ അപഹരിക്കുവാൻ, നമ്മുടെ സമയത്ത് അപഹരിക്കാനായിട്ട് ഒരു ന്യൂസ് ചാനലിന് പോലും കഴിയുമെന്നുള്ളത് അതിനകത്തെ അർത്ഥം ഇല്ലേ? വി ആർ ലൂസിങ് അവർ ടൈം. സോ ദ ബെസ്റ്റ് വേ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഗിവ് ഇറ്റ് അവേ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിൻ്റെ പുറകിൽ പോയി കുത്തിപ്പിടിച്ചിരിക്കുന്നത്, നിങ്ങൾ നരകത്തിൽ പോകുന്ന സ്വർഗത്തിൽ പോകുന്ന ഇതൊന്നുമല്ല ചോദ്യം. ടെലിവിഷൻ കണ്ടു കഴിഞ്ഞാൽ ഒരാൾ നരകത്തിൽ പോകുമെന്ന് പറയാനും അല്ല ഞാൻ വന്നത്. അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. ബട്ട് ടെലിവിഷൻ നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്ത് എന്തോ സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ് ഇതൊക്കെ ഇല്ലെങ്കിൽ അങ്ങ് ആകാശം ഇടിഞ്ഞു വീഴുമെന്ന്. ഒന്നുമില്ല, ഒന്നും സംഭവിക്കത്തില്ല. ഞാൻ ബേസിക്കലി പഠിച്ച ജേർണലിസം. എനിക്കാണെങ്കിൽ ഒരു പത്രം വായിച്ചാൽ മതിയാകുന്ന ആളല്ല. ഇപ്പോഴല്ല, പണ്ടത്തെ ഒരു സ്റ്റേജാണ്. കാര്യം ഓരോ പത്രത്തിൻ്റെയും വാർത്തയല്ല ഞാൻ നോക്കുന്നത്, ഓരോ പത്രക്കാരും വാർത്ത എങ്ങനെ വളച്ചൊടിച്ചെന്നാണ് നോക്കുന്നത്. അത് നമ്മുടെ ട്രെയിനിങ് അതാണ്. അപ്പൊ അതുകൊണ്ട് ഇവൻ എന്നാടാ ഇങ്ങനെ പറയാൻ കാര്യം, ഇതൊക്കെ ആലോചിക്കാൻ വേണ്ടി പല പത്രം വായിക്കും. ഇറങ്ങുന്ന സകല ന്യൂസ് വീക്ക്ലീസും വായിക്കും. അങ്ങനെ ഒരു സമയം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പിന്നീട് മനസ്സിലാക്കി, ഇതിനെല്ലാം വളരെ ചെറിയ ഒരു ആയുസേ ഉള്ളൂ. ലോകമുള്ള കാലം മുഴുവൻ ഓർത്തിരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ നാളെ ഓർക്കത്തില്ല. നൈമിഷികമായ ഒരു ആയുസ് മാത്രമേ ഇതുള്ളൂ. അതുകൊണ്ട് ഞാൻ പതിയെ ആ കാര്യങ്ങളിൽ നിന്നൊക്കെ പിന്മാറി. അത്യാവശ്യം ന്യൂസ് വല്ലതും കണ്ടില്ല, ഒന്നും സംഭവിക്കത്തില്ല. ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒറീസയിലെ ഒരു സ്ഥലത്ത് ടെലിഫോണില്ല, ഇലക്ട്രിസിറ്റി ഇല്ല, TV ഇല്ല, ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് 2 മാസം പോയി താമസിച്ചു. 2 മാസം പോയി താമസിച്ചിട്ട് തിരിച്ചു വന്ന സമയത്ത് പത്രം ഇങ്ങനെ നോക്കിയപ്പോൾ ഞാൻ അതിനകത്ത് ഒരു ന്യൂസ് കണ്ടു. AK ആന്റണിയുടെ സുരക്ഷാ കാരണങ്ങളാൽ അടുത്ത് താമസിക്കുന്ന മറ്റ് MP-മാർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങാൻ പ്രയാസമാണെന്ന്. അപ്പം ഞാൻ ചിന്തിച്ചു, ഇയാൾക്ക് എന്നാ പറ്റി? ഇയാൾക്ക് നേരത്തെ ഇങ്ങനത്തെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ, ഇയാളെന്തോ ഇത്രയും വലിയ സെക്യൂരിറ്റി? അന്നേരം ആരാണ്ട് പറഞ്ഞു, അയ്യോ പുള്ളി ഇപ്പോൾ കേന്ദ്ര പ്രതിരോധ മന്ത്രിയാണെന്ന്. അപ്പം ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, ഞാൻ TV കണ്ടില്ലെങ്കിലും ഞാൻ പത്രം വായിച്ചില്ലെങ്കിലും പ്രതിരോധ മന്ത്രി ആകേണ്ടവനൊക്കെ ആയിക്കോളും. പക്ഷെ ആ 2 മാസം TV കാണാഞ്ഞതുകൊണ്ട് ദൈവസന്നിധി സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റി. ആ 2 മാസം പത്രം വായിക്കാത്തതുകൊണ്ട് എനിക്കൊന്നും സംഭവിച്ചില്ല. അതുകൊണ്ട് വേറെ ദിവസം വായിക്കാൻ പറ്റും ഇല്ലേ? ഞാൻ പറഞ്ഞ പത്രം വായിക്കുന്നതോ TV കാണുന്നതോ അല്ല അതിനകത്തെ വിഷയം. ബട്ട് അത് നമ്മുടെ സമയത്തെ അപഹരിച്ച് കളയുന്നതാണ്. അതുകൊണ്ട് പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ഹിൻഡ്രൻസ് എന്ന് പറയുന്നത് സമയമാണ്. ആ സമയം നമുക്ക് എടുക്കണമെങ്കിൽ നമ്മൾ ഡിസിപ്ലിൻഡ് ആയിരിക്കണം.